നമസ്കാരം. തമിഴ്നാട് തിരുപ്പൂരിൽ കാറിനുള്ളിൽ നവവധു ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നിൽ സ്ത്രീധന പീഡനമെന്ന റിപ്പോർട്ട്. ഇക്കാര്യം വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. തിരുപ്പൂരിലെ വസ്ത്രവ്യാപാരി അണ്ണാദുരൈയുടെ മകളായ ഋതന്യയെയാണ് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും പീഡനം താങ്ങാനാകാതെയാണ് ഋതന്യ ജീവനൊടുക്കിയത് എന്നാണ് വിവരം. ഞായറാഴ്ച ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് കാറിൽ പോയ ഋതന്യ വഴിയോരത്ത് വാഹനം നിർത്തി കീടനാശിനി ഗുളികകൾ കഴിക്കുകയായിരുന്നു. ഏറെ നേരമായി കാറ് വഴിയോരത്ത് കിടക്കുന്നത് കണ്ടതോടെയാണ് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചത്. ഏപ്രിൽ 11-നായിരുന്നു തിരുപ്പൂരിലെ തന്നെ പ്രമുഖ കുടുംബങ്ങളിൽ ഒന്നിലേക്ക് ഋതന്യയെ വിവാഹം കഴിച്ചു നൽകിയത്. തിരുപ്പൂരിലെ കോൺഗ്രസ് നേതാവായ കൃഷ്ണന്റെ ചെറുമകനായ കവിൻ കുമാറായിരുന്നു ഋതന്യയുടെ വരൻ. കല്യാണവുമായി ബന്ധപ്പെട്ട് കവിൻ്റെ കുടുംബത്തിന് 100 പവൻ സ്വർണ്ണാഭരണങ്ങളും 70 ലക്ഷം രൂപ വിലമതിക്കുന്ന വോൾവോ കാറും സ്ത്രീധനമായി നൽകിയിരുന്നു. ഞായറാഴ്ച തിരുപ്പൂരിനടുത്തുള്ള ചെട്ടിപ്പുത്തൂരിലാണ് സ്വന്തം കാറിനുള്ളിൽ ഋതന്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഋതന്യ അച്ഛൻ അണ്ണാദുരയ്ക്ക് വാട്സപ്പിൽ 7 ശബ്ദ സന്ദേശങ്ങൾ അയച്ചിരുന്നു. താനെടുത്ത തീരുമാനത്തിന് ക്ഷമ ചോദിക്കുന്നുവെന്നും ഭർത്തൃ വീട്ടിലെ അതിക്രമങ്ങൾ ഇനി സഹിക്കാൻ കഴിയില്ല എന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. ദിവസവുമുള്ള മാനസിക പീഡനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല. ആരോടാണ് പറയേണ്ടതെന്ന് അറിയില്ല. കേൾക്കുന്നവരൊക്കെ ജീവിതം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തന്നെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. തൻ്റെ ചുറ്റുമുള്ള എല്ലാവരും അഭിനയിക്കുകയാണ്. താൻ എന്തിനാണ് നിശബ്ദയായി ഇരിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല. ജീവിതകാലം മുഴുവൻ മാതാപിതാക്കൾക്ക് ഭാരമാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ശബ്ദ സന്ദേശത്തിൽ ഋതന്യ പറയുന്നു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തനിക്ക് ഈ ജീവിതം ഇഷ്ടമല്ല. ഇത് ഇങ്ങനെ തുടരാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ഭർത്താവ് തന്നെ ശാരീരികമായി പീഡിപ്പിക്കുമ്പോൾ അവർ തന്നെ മാനസികമായി ആക്രമിക്കുകയാണ്. അച്ഛനും അമ്മയുമാണ് തൻ്റെ ലോകം. എൻ്റെ അവസാന ശ്വാസം വരെ അച്ഛൻ തൻ്റെ പ്രതീക്ഷയായിരുന്നു. താൻ അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് തനിക്കറിയാം. അച്ഛൻ്റെ കഷ്ടപ്പാട് തനിക്ക് മനസ്സിലാകും. ക്ഷമിക്കണം അച്ഛാ, എല്ലാം കഴിഞ്ഞു, താൻ പോകുന്നു. ഇതായിരുന്നു ശബ്ദ സന്ദേശത്തിൽ ഋതന്യ പറഞ്ഞത്. മാതാപിതാക്കൾ തന്നെ സംശയിക്കാൻ സാധ്യതയുണ്ട് എന്നും എന്നാൽ താൻ കള്ളം പറയുകയല്ല എന്നും ഋതന്യ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇനിയും അച്ഛന് ഭാരമാകാൻ വയ്യ. ഭർത്തൃ വീട്ടുകാർ മാനസികമായി ഉപദ്രവിക്കുമ്പോൾ കവിൻ ശാരീരികമായി ഉപദ്രവിക്കുകയാണ്. ഈ ജീവിതം മടുത്തുവെന്നും ഋതന്യ പറയുന്നുണ്ട്. ഋതന്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. മകൾക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ട് മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ഋതന്യയുടെ ഭർത്താവ് കവിൻകുമാർ, മാതാപിതാക്കളായ ഈശ്വരമൂർത്തി, ചിത്രാദേവി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. വിവാഹശേഷം ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ ഋതന്യയുമായി കവിൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ കലഹം ആരംഭിച്ചിരുന്നു. കവിൻ്റെ ലൈംഗിക പീഡനവും ഭർത്തൃ വീട്ടുകാരുടെ മാനസിക പീഡനവും താങ്ങാനാകാതെ വന്നതോടെയാണ് 27-കാരി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകൾ മുതൽ ഋതന്യയ്ക്ക് ഭർത്തൃ വീട്ടിൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു എന്നാണ് ബന്ധുക്കൾ പ്രാദേശിക മാധ്യമങ്ങളോട് വിശദമാക്കിയത്. 500 പവൻ നൽകിയില്ല എന്നതായിരുന്നു ഭർത്തൃ വീട്ടുകാരുടെ പരാതി. സമൂഹത്തിന് വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത ആഡംബര വിവാഹത്തിനായി 2.5 കോടി രൂപയോളമാണ് ഋതന്യയുടെ വീട്ടുകാർ ചെലവഴിച്ചത്.